ഹായ്. അപ്പം നമ്മൾ കണ്ടിട്ടൊക്കെ കുറച്ച് ദിവസമായല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനും അത്ര സുഖമായിട്ടല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ കാണാൻ ഒത്തിരി താമസം വന്നത്. ഇപ്പോഴും സേഫല്ല. എന്നാലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഒത്തിരി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ചെറിയ ഒരു ഇത് നിങ്ങളെ ഞാൻ അറിയിച്ചിരുന്നു. ഇന്ന് 12 ദിവസമായി. ഒരു നിമിഷത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ കാര്യത്തിൽ തന്നെ മനസ്സുറച്ച് നമ്മൾ ആ കാര്യത്തിൽ തന്നെ അത് ഇപ്പോൾ ഏത് കാര്യമായാലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് നിന്നൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങരുത്. എൻ്റെ ഒരു എനിക്കുണ്ടായ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മൾ മനസ്സെവിടെയെങ്കിലും ഇതാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിൽ മനസ്സ് മിക്കവാറും കോൺസെൻട്രേഷൻ ചെയ്യാതെ എവിടെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയിലോട്ട് മനസ്സെത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെയാണ് നമ്മൾ അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് പറ്റിയേക്കുന്ന ഏറ്റവും വലിയ ഒരിത്, സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെയും മാറിയിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ആ വലിയ കെട്ട് ഇന്നലെ ചെന്നപ്പോൾ അഴിച്ചു. വലിയ കെട്ടെന്ന് പറഞ്ഞാൽ വലിയ കെട്ട് നമുക്ക് കാണുമ്പോഴേ പേടിയാവും. അത് സേഫായിട്ട് അവർ കെട്ടിവെച്ചതാണ്. കാര്യം എങ്ങും തട്ടാതെയും മുട്ടാതെയും അതിന് വേണ്ടി ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കണക്ക് മൊത്തത്തിലൊരു വലിയ കെട്ടാണ് കെട്ടിവെച്ചിരുന്നത്. ഇന്നലെ ചെന്നപ്പോഴത്തേക്ക് ആ കെട്ടഴിച്ചിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത ഇത് മാത്രം ബാൻഡേജ് ഇട്ടവർ കെട്ടിവെച്ചു. തയ്യലൊന്നും എടുത്തിട്ടില്ല. ഇത് വലത് കൈയാണ്. അപ്പം നമ്മുടെ ഈ വലത് കൈയിലെ ഈ 2 വിരലിങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ അനുഭവം പറയേണ്ടതുണ്ടോ? അത് വന്നതും അതെങ്ങനെയാണെന്നും അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ആ വന്ന രംഗം പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യം നിങ്ങളിൽ ഒരാൾക്ക് പോലും ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കരുത്. കാര്യം ഞാൻ എത്രത്തോളം ഇപ്പോഴും ഞാൻ അത് ഓർമ്മിക്കാനായിട്ട് ഞാൻ ഇതാക്കുന്നില്ല. കാര്യം ഞാൻ K4 കെയറിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അതിൻ്റെ എപ്പോഴും ഞാൻ ആ ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയും അവർ ജോലിക്ക് വിളിക്കുന്നതും കാത്ത് ഇങ്ങനെ ആ ഒരു മനോഭാവത്തിൽ മാത്രം കുറച്ച് നാളായിട്ട്. കാര്യം ഞാൻ ഒരു വരുമാനത്തിൻ്റെ ഇതിലിങ്ങനെ ചിന്തിച്ചും കണ്ടും ഇരിക്കുന്ന, നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആരും കൊണ്ട് പൈസ തരില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വേണം. അപ്പം ആ ഒരു വരുമാന മാർഗം അതും കുടുംബശ്രീ ജില്ലാ മിഷൻ്റേതായതുകൊണ്ട് നമുക്ക് എപ്പോഴായാലും അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് പോയി പഠിച്ചു. അതിൽ നിന്ന് എന്താണ് ജോലി എന്ന് വന്നാലും ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 3-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതിന് വിളിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും കാര്യം എല്ലാവരും എന്നോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് വിടുവോ, അച്ഛൻ വിടുവോ, മോൻ വിടുവോ എന്നൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിലെ ഒരേ മറുപടി ഇത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റേതായ രീതിക്ക് എനിക്ക് എൻ്റേതായ ഒരു 10 രൂപ കാശ് എനിക്ക് സ്വന്തമായി എടുക്കാൻ ഒരു വരുമാനം, അത് നമുക്ക് ആപത്തില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആപത്തായി കിടന്നു പോയാൽ പിന്നെ പറ്റില്ലല്ലോ.
അത് വരുന്നത് വരെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ നമുക്ക് പോയി ചെയ്യുന്നത് നമുക്ക് എപ്പോഴായാലും അന്തസ്സാണ്. ഇപ്പം എനിക്ക് വേറെ വരുമാനം അങ്ങനെ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് അത് എന്താണ് ഞാൻ പറയേണ്ടത്. ഇപ്പം ഒരു 1.25 വർഷം കൊണ്ട് ഞാൻ വീട്ടിലാണ്. എൻ്റെ എല്ലാ ഇതും കളക്ഷൻ്റെ ഇത് വിട്ടു. കടയിൽ പിന്നെ 4 വർഷം കട നടത്തി. എനിക്ക് മനസ്സ് എപ്പോഴും ഞാൻ ഒരു ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു ഹതഭാഗ്യയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അത് എനിക്കെപ്പോഴും പറയാൻ, ആരെ മുമ്പേയും പറയാൻ എനിക്ക് ഒരിക്കലും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. കാര്യം എനിക്ക് 2 മക്കളാണ്, ഭർത്താവ്. അവർ എന്തെങ്കിലും ഒരിത് വന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയേക്കുന്ന പാരിപ്പള്ളിയിലാണ്. അണ്ണൻ ഗൾഫിലായിരുന്നു കല്യാണം കഴിക്കുമ്പം. പിന്നെ അണ്ണന് സുഖമില്ലാതെ കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു. പിന്നെ മോന് സുഖമില്ലാതാവുന്നു. അങ്ങനെ അച്ഛനെയും മോനെയും സുഖമില്ലാതെ ഉള്ള ഒരിതിൽ ഉള്ളതൊക്കെ ഇതാക്കി അവരെ 2 പേരെയും നല്ല നിലയ്ക്കിന്നും എൻ്റെ അണ്ണനെ കൈവെള്ളയിൽ കൊണ്ട് നോക്കുന്നത് പോലെയുള്ള ഒരിതിൽ ഞാൻ നോക്കി. അണ്ണൻ നല്ല രീതിക്ക് എന്നും നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതിനിടയ്ക്ക് 14 വർഷം കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ മോനെയും ഞാൻ അതുപോലെ തന്നെയാണ് വളർത്തിയത്. മോൾക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് വേറെ മറ്റുള്ള വലിയ അസുഖങ്ങളൊന്നും മോൾക്ക് വന്നിട്ടില്ല. മോന് കുഞ്ഞിലേ ഉള്ള ആ ഒരിത്, അതും അങ്ങനെയുള്ള ഒരിത്, ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം മാത്രമാണ് എൻ്റേത്. ഇപ്പം ഇതിൽ നിന്ന് പോകാനൊരുങ്ങിയപ്പം ഇതും എവിടെയോ എനിക്ക് തടസ്സങ്ങൾ നേരിട്ട്. അതാണില്ല പണ്ട് ആരോ പറയുന്ന കണക്ക് പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നൊരു ചെല്ലുണ്ടല്ലോ. എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയും, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിക്ക് ഇതെല്ലാം മാറി ചേച്ചി ഇനിയും പഴയ ഇതിലേക്ക് വരും എന്ന് നല്ല മനസ്സുള്ള ആൾക്കാർ പറയും. എന്നാൽ ഇത് കണ്ട് സന്തോഷിക്കുന്നവർ എത്രയോ പേര് കാണും, അല്ലേ? കാണും, അതിനൊരു സംശയവും വേണ്ട. നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരും കാണും, നശിച്ചു പോയി കാണാൻ ആഗ്രഹിക്കുന്നവരും കാണും. എനിക്ക് എൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും ആരോടും ചെന്ന് പൈസ ചോദിച്ചിതാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എങ്ങനെയും കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടിയാണ് ഞാൻ. എൻ്റെ കല്യാണം കഴിക്കുന്നതിനും ചെറുപ്പകാലം തൊട്ടേ നല്ലതുപോലെ വീട്ടിലായാലും നല്ലതുപോലെ ജോലി ചെയ്ത് തന്നെയാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ ജീവിക്കുന്നത്. പിന്നെ അച്ഛനുമൊക്കെ ഇഞ്ഞ് വന്നതിന് ശേഷം മോന് നല്ല ഇതായതിന് ശേഷം മോനെ പഠിപ്പിച്ചു. അപ്പോൾ വീട്ടിലെ ദുഃഖങ്ങളും അതൊക്കെ ഒന്ന് മാറി. ഒരു മോളുണ്ട്, അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി മോനെ ഗൾഫിലേക്ക് വിട്ടു. അങ്ങനെ മോളും മോനും ഒക്കെ മോൻ്റെയും മോളെയൊക്കെ കല്യാണം കഴിഞ്ഞു. 2 പേർക്ക് ഒരേ കുഞ്ഞുങ്ങളായി. അവർ സുഖമായിട്ട് കഴിയുന്നു. ഇപ്പം ഞാൻ 1.25 വർഷമായി ഈ വീടിൻ്റെ പണിയുമൊക്കെ നടക്കുന്നത് കൊണ്ട് പിന്നെ ഒന്നിനും അങ്ങനെ പോയില്ലായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ പഴയ വീടുണ്ട്, പഴയ വീട് ബാക്കിൽ, ഈ വീട് എന്നിട്ട് ഫ്രണ്ടിലോട്ട് പുതുക്കിയെടുത്തു. അങ്ങനെ കടയും നിർത്തി.
നമുക്ക് വീടിൻ്റെ പണി നടക്കുമ്പം വീട്ടിൽ ആളില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കട നിർത്തിയപ്പോൾ ആ വരുമാനവും എനിക്ക് നിലച്ചു. പിന്നെ മോൻ തരുമായിരുന്നു, മോനാണ് തരുന്ന പൈസകൾ. അപ്പം നമുക്ക് കൂടി ഇറങ്ങിപ്പോയി 10 പൈസ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനൊരു വില അത് വേറെ തന്നെയാണ്. അങ്ങനെ പോകാനായിട്ടാണ് ഞാനിതെല്ലാം പഠിച്ച് ജോലിക്കൊക്കെ പോകാനായിട്ട് എല്ലാം റെഡിയായത്. അതെപ്പോഴായാലും ഞാൻ പോവും. എൻ്റെ കൈ ഞാൻ ഭഗവാന്റെ മുമ്പ് ഞാൻ അർപ്പിച്ചിരിക്കുകയാണ്. കാര്യം എനിക്ക് കൈ ശരിയായി ഭഗവാന്റെ മുമ്പ് ആദ്യം ഒരു പൊങ്കാല ഇട്ടിട്ട് വേണം എനിക്ക് ജോലിക്കിറങ്ങാൻ എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവിതമില്ല. അതെൻ്റെ മനസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നൊരു തീരുമാനമാണ്. കാര്യം എനിക്കങ്ങനെ ഒരുപാട് ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പിറമേ ചിരിക്കുമ്പോഴും ഉള്ളുകൊണ്ട് നീറുന്ന ഒരു ഇതാണ് എപ്പോഴും. എല്ലാം നമുക്ക് പുറമേ പറയാനും എടുക്കാനും പറ്റില്ലല്ലോ. അപ്പം ചിലർ വാവിട്ട് കരയൂല, ചിലർ ഉള്ളിലടക്കും, ചിലർ ഇത്തിരി ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് കരയും, അവർ വാവിട്ട് കരയും, ചിലർ മനസ്സിലടക്കും, അതുവരെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാലും എൻ്റെ മോളായിരിക്കും, എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും എൻ്റെ മോളും ഭർത്താവും ആയിരിക്കും കൂടെ ഉള്ളത്. എനിക്കങ്ങൊരു ഭയപ്പാടും പേടിയും പോലെ കാണും. അപ്പോൾ ഡോക്ടർ മോളടുത്ത് പെട്ടെന്ന് ചോദിക്കും, അമ്മ ടെൻഷൻ്റെ ആളാണല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് ടെൻഷൻ. ഇന്നിപ്പോൾ എൻ്റെ മോക്കൊരു അല്ലെങ്കിൽ മോന് ആർക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ആർക്ക് എന്തെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരാൾ നന്നാവുന്നതിനോടും ഒരാൾ നശിച്ചു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എല്ലാവരും നന്നായി അല്ല ഒരാൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശതമാനം പോലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എങ്ങനെയും ആർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിൽ ചിലപ്പോൾ സംസാരിക്കുമ്പം പോലും ഒരു വാക്കുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്ക് അവർക്ക് ഉപയോഗപ്രദമായി എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ നമ്മളെ ഒരു വാക്ക് അവർക്ക് ഉപയോഗം, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉപയോഗം വരുന്നു എങ്കിൽ ചിലപ്പോൾ അതുപോലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ പിന്നെ നമുക്കത് ഉപദ്രവമാകാറുമുണ്ട്. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. പക്ഷേ നമുക്ക് തിരിച്ച് അങ്ങനെ ഉണ്ടാകാറില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പഠിച്ചാലും എന്നുള്ള ഒരു ഇതെത്തിയിട്ടുണ്ട്. ജീവിതമേ ഒരു പുസ്തകമാണ്. പുസ്തകമെന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞ അധ്യായമാണ് എൻ്റെ ജീവിതം. എഴുതിയാൽ 1, 2, 3, 4, 5 പുസ്തകം എഴുതിയാലും ഒരു ജീവിതകഥ എഴുതിയാൽ തീരാത്ത ഒരു ജീവിതമാണ് എൻ്റേത്. അപ്പം ഓരോരുത്തർക്കും ഒരേ ജീവിത രീതി, അതൊന്നും അറിഞ്ഞുകൂടാതെ നമ്മളെ ഇട്ട് കുത്തി നോവിക്കുന്നവരുമുണ്ട്. അതെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കൈ മുറിഞ്ഞ അന്ന് എല്ലാവരും വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇത് ഒരു അത്ഭുതകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പുതിയ മിക്സിയാണ്. പുതിയ മിക്സി ജാറെന്ന് പറഞ്ഞാൽ വെറും അരയ്ക്കുന്ന ജാറ് വെറും പൊടി ജാറാണ്. മറ്റുള്ള ജാറ് 2 വലിയ ജാറാണ്. പക്ഷേ ഇത് വെറും പൊടി ജാറ്. അതിനകത്തെ കൂട്ടാനങ്ങ് തെറിച്ചപ്പോഴത്തേക്ക് ഈ അകത്തെ ബ്ലേഡിലോട്ട് ഒന്ന് തട്ടിയാൽ തന്നെ ഈ കൈ തെറിച്ചു പോവേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ ഇതെത്രയല്ലേ തട്ടിയോള്. അത് ഭഗവാന്റെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാന്റെ ഒരു കളിയാണത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല. ആ കിടപ്പിൻ്റെയും ആ ബ്ലഡ് അവിടെ കിടക്കുന്ന ബ്ലഡിൻ്റെയും ഒരിത് കണ്ടിട്ട് ഇതുപോലെയല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്നതിൻ്റെ ഇത് ബ്ലഡ് ചെറുതായിട്ട്
അതിലോട്ട് ബ്ലഡ് ചെറുതായിട്ട് വെച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇനി എനിക്ക് അതിൻ്റെ ഒരിതാണ്, അതിലും കൂടി ബ്ലഡ് ഓട്ടം രക്തഓട്ടം വന്ന് അതും കൂടെ റെഡിയായി. വേദന, ശരിക്കും വേദനയുണ്ട്. മോളെ ഊപ്പാടാണ്. എന്ന് വയ്യാതെ വന്നാലും അവൾ തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് അവളെ ഊപ്പാടാണ് എന്നായാലും. പിന്നെ സ്റ്റാർ ഹെൽത്ത് ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. നമുക്ക് സ്റ്റാർ ഹെൽത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്റ്റാർ ഹെൽത്ത് കൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ച് പിറ്റേന്ന് 10-11 മണിയായതിന് ശേഷം സ്റ്റാർ ഹെൽത്ത് ആക്റ്റീവായുള്ളൂ. പിന്നെ അതുവരെ ഉള്ള ഒരു ചിലവ് തന്നെ നമുക്ക് ചെന്നപ്പോൾ തന്നെ നമുക്ക് 2,500 രൂപ നമ്മളെ കയ്യിൽ നിന്ന് അപ്പോഴും തന്നെ ചിലവായി. ECG, എക്സ്റേ, മറ്റ് ചിലവുകൾ, ബ്ലഡ്, മറ്റത് മറിച്ചതെന്നും പറഞ്ഞ് 2,000 എത്രയും രൂപ നമ്മളെ കയ്യിൽ നിന്ന്. അത് പക്ഷേ റീഫണ്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊന്നേന്ന് ഇനി ഇതിൻ്റെ പുറകെ നടന്ന് അത് ചെയ്തെടുക്കണം. പിന്നെ പിറ്റേന്ന് ഉച്ച വരെയുള്ള സകല ചിലവും നമ്മളെ കയ്യിൽ നിന്ന് അവർ ചിലവ് ചെയ്യിച്ചു. പിന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മളെ വിടേണ്ടതാണ്. പിന്നെയാണ് നമുക്കുള്ള സ്റ്റാർ ഹെൽത്ത് ആക്റ്റീവായിട്ട് വന്നത്. പിന്നെ ആശുപത്രി കിടക്കുമ്പോഴുള്ള ചിലവുകളായാലും എങ്ങനെയായാലും ഇപ്പം 44,000 ചില്ലുവാനം രൂപ ബില്ലും ഈ പൈസ അടച്ചത് ആദ്യം 2,500, പിന്നെ 8,000 അവസാനം അടച്ച്. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളവിടെ കിടന്ന ചിലവും എല്ലാം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 50 50-നും ഒരുപാട് പുറത്ത് പോയി. മോക്ക് തന്നെ അവൾക്കും കുറേ പൈസയായി. പിന്നെ ബില്ലടയ്ക്കാൻ പെട്ടെന്ന് ഇവരിങ്ങനെ എത്ര പെട്ടെന്ന് അടയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് പൈസ വന്ന്. കാര്യം അവളെ കയ്യിലിരുന്ന പൈസയും എല്ലാം തീർന്നു. നമ്മൾ സാധാരണക്കാരല്ലേ, പൈസ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ പെട്ടെന്നല്ലേ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് പണ്ടത്തെ കണക്കുള്ളൊരു രീതിയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രീതിയൊന്നുമില്ല. ഇപ്പം 10,000 രൂപ നമുക്ക് ആയി. ഇപ്പോൾ വലിയ ഓരോരുത്തർ കിടക്കുമ്പോഴും നമ്മളെ കൊണ്ട് പൈസ ഇപ്പോൾ അടപ്പിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമൊന്നും അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം കള്ളത്തരങ്ങളും ഇതും എല്ലാം തന്നെയാണ്. എന്നാലും അതെടുത്തിട്ടിരുന്നത് കൊണ്ട് ഇത്രയും രൂപയുടെ ഒരു ഇത് കിട്ടി. ഇനി വീണ്ടും അടുത്ത ചൊവ്വാഴ്ച ഇരുന്ന് പോകണം. അടുത്ത ചൊവ്വാഴ്ച ചെല്ലുമ്പോഴാണ് ഈ രക്തഓട്ടം വിരലിലോട്ട് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് നോക്കി അറിയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഭഗവാൻ, എനിക്കെപ്പോഴും എൻ്റെ കൂടെയുള്ള ഭഗവാൻ എനിക്ക് തുണയായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെല്ലാം അടുത്ത ചൊവ്വാഴ്ച ഇരുന്ന് പോയി എല്ലാം നല്ല ഇതിനാണ് വരുന്നതെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ മുമ്പ് വന്ന് എല്ലാം ഞാൻ വ്യക്തമായി നിങ്ങളെ മുന്നിൽ ഞാൻ പറയും. എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഞാൻ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. എനിക്ക് ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കാണാൻ വരികയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു വിഷമപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പോലും എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇപ്പം ഈ അടുത്ത സമയത്താണ് ഇതിന് പോയി കുറച്ച് കൂട്ടുകാരുമായിട്ട് അടുത്തതെങ്കിലും ഇപ്പം എനിക്ക് എപ്പോഴും എൻ്റെ താങ്ങും തണലുമായിട്ട് എനിക്ക് എല്ലാത്തിനും ധൈര്യം തരുന്ന എൻ്റെ കൂട്ടുകാരാണ്. എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് എല്ലാത്തിനും അവരെല്ലാവരും വരാനായിട്ട് ആശുപത്രിയിലും ഇവിടെയും വരാനായിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ ആരും വരണ്ട, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ചേച്ചി എന്നും പറഞ്ഞ് എല്ലാവരും. അതൊക്കെ തന്നെയല്ലേ ഒരു സ്നേഹം. ഇതൊക്കെ തന്നെയാണ് ഇന്നെൻ്റെ വിശേഷം. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ എൻ്റെ കൈയെല്ലാം റെഡിയാവാനും എല്ലാത്തിനും വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട്
ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. എനിക്ക് ഇതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയാനൊന്നും ഇല്ല. ഞാൻ എല്ലാവരെയും മുമ്പ് ഞാൻ ചിരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ ബാഗിൽ വരെ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് റെഡിയായി നിന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഈ ആപത്ത് വരുന്നത്. എൻ്റെ ഉള്ളിൽ നിറച്ച് എനിക്ക് സങ്കടം മാത്രമാണ്. ഒരു മാതാവിന് ഇതിൽ കൂടുതലൊന്നും സങ്കടം ഉള്ളിൽ ഒതുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ജോലിയുടെ കാര്യത്തിൽ ഇത്രയും ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. എനിക്ക് ഇവിടെ നിന്ന് പോയി ഇറങ്ങുമ്പോൾ എനിക്ക് കുറേ ആപത്തുകളും എല്ലാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചത്. അല്ലാതെ വീട്ടിൽ വിഷമങ്ങളും ഉണ്ടല്ലോ. വീട്ടിൽ എനിക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു വിഷമവും ഇല്ല. എല്ലാത്തിനും. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ ഈ കൈവച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൈവച്ച് പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ശുഭരാത്രി.